പാലക്കാട് ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ KSRTC ബസ് കണ്ടക്ടറുടെ ലൈംഗിക അതിക്രമം. ബസ്സിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ ദുരനുഭവം ഉണ്ടായത്. ഗുരുവായൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒരു ബസ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ബസ്സിലെ യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ട, സംരക്ഷണം ഒരുക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? പോലീസ് ആ സമയത്ത് ഉടനടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായോ പ്രജിത്ത്? പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗുരുവായൂർ സ്വദേശിയായ യുവതിക്കാണ് ഇന്നലെ കണ്ടക്ടറുടെ അടുത്ത് നിന്ന് ഈ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കണ്ടക്ടറായ പേരൂർ സ്വദേശി T പ്രദീപിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടറുടെ സീറ്റിന് തൊട്ടടുത്തായിരുന്നു യുവതി ഇരുന്ന് യാത്ര ചെയ്തിരുന്നത്. ഒപ്പം ഇരുന്ന കണ്ടക്ടർ പെൺകുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പർശിച്ചു എന്നതാണ് പരാതി. പെൺകുട്ടി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ചാണ് പരാതിപ്പെടുന്നത്. പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയ സന്ദേശം പോലീസ് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും തുടർന്ന് പട്ടാമ്പിയിൽ വെച്ച് പോലീസ് ബസ്സിനെ പിന്തുടർന്ന് പിടികൂടുകയും ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കി വേറൊരു ബസ്സിലേക്ക് കയറ്റി വിടുകയുമാണ് ചെയ്തിരുന്നത്. കണ്ടക്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും പ്രജിത്ത്, നമുക്കറിയാം ഇതിനു മുൻപ് സാധാരണ KSRTC ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലൊക്കെ യുവതികൾക്ക് നേരെ, യാത്രക്കാർക്ക് നേരെ, മറ്റ് സഹയാത്രക്കാരുടെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ചും KSRTCയിൽ ഗതാഗത വകുപ്പിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ജീവനക്കാർക്ക് വലിയ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഗതാഗത മന്ത്രി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ ലൈംഗിക വൈകൃതമുള്ളവരും ഈ വകുപ്പിലുണ്ട്, KSRTC ജീവനക്കാരിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. നിലവിൽ ഇയാൾ ബസ് കണ്ടക്ടർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകേണ്ടതല്ലേ? ഈ സാധാരണഗതിയിൽ സഹയാത്രികളിൽ നിന്നാണ് ഇങ്ങനെ ഈ ദുരനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കണ്ടക്ടറുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് ഏറ്റവും ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകളിൽ, എല്ലാ ബസ്സുകളിലും CCTV ക്യാമറ നിർബന്ധമാക്കുമ്പോൾ ചില KSRTC ബസ്സുകളിൽ ഇപ്പോൾ ക്യാമറ നിരീക്ഷണം ഒന്നും ഇല്ല. അതുകൊണ്ടും ഇതുപോലത്തെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ക്യാമറ വെച്ചതുകൊണ്ട് മാത്രം ദുരനുഭവം ഉണ്ടാകില്ല എന്നല്ല. നമുക്ക് പിടിക്കപ്പെടാൻ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്കൊരു ഭയമുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. രാത്രിയിലുള്ള യാത്രയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ദുരനുഭവം കണ്ടക്ടറിൽ നിന്ന് വരാൻ പാടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പെൺകുട്ടി അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നതാണ്. മറ്റ് സഹയാത്രക്കാരുടെ സഹായം തേടിയിരുന്നോ? അവരേതെങ്കിലും സഹായം ഈ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കാൻ, സംരക്ഷണം ഒരുക്കാൻ തയ്യാറായിരുന്നോ? അതോ പോലീസ് എത്തിയ ശേഷമാണോ ഈ കണ്ടക്ടർക്കെതിരെ നടപടി ഉണ്ടായത്? പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് പെൺകുട്ടി തന്നെ വിളിച്ചു പറയുകയും അതനുസരിച്ച് പോലീസ് റോഡ് പെട്രോളിങ്ങിനുള്ളവരെ ഈ ബസ്സിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് കണ്ടക്ടറോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. അങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പട്ടാമ്പിയിൽ വെച്ചാണ് ബസ്സിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും കണ്ടക്ടറെ അറസ്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ കണ്ടക്ടർ ഒറ്റപ്പാലം പോലീസിലുണ്ട്. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ രാത്രിയാണ് കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ വെച്ച് ഈ പെൺകുട്ടിക്ക് നേരെ കണ്ടക്ടറുടെ ഭാഗത്തുനിന്നും ദുരനുഭവം ഉണ്ടായത്. ഉടൻ തന്നെ ഈ പെൺകുട്ടി പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി കണ്ടക്ടറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.